Here I am. This is my house. Inside my house, some bastards will be coming and they will be standing in front of my house and will be doing some phone, this and that. Okay, every day we can see, and I have before never used to happen all these things. And I never saw somebody will be standing and will be doing phone. When we go somewhere on highways, you can see so many people on highways holding phone and standing. No, it's unusual, right? Here I am, only me and my mother here. Now the time is 12:42. Okay, this is my house, and these criminals will be creating stupid stories. Actually, I don't know what stories. And about me and my mother was saying about liver disease. Okay, so till yesterday, these criminals used to do severely liver disease. To induce, not induce actually, to make a to make my skin look so dark, so that to say that, oh, due to liver disease my skin is becoming dark, like that. These criminals were spraying smoke, this and that, onto my face like anything. ഒരു ലിവർ ഡിസീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇവരുടെ എക്സ്പെക്റ്റേഷൻസ് എന്നറിയാമോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർ, ഇവർ പറയും ലിവർ ഇനി മരുന്ന് കൊണ്ടൊന്നും മാറ്റാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. അപ്പോഴത്തേന് ഭയങ്കര കോടികളുടെ ഇതാണ് ലിവർ ട്രാൻസ്പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിവർ ഡോണർ വേണം, റെസിപ്പിയൻറ്റ് വേണം, പിന്നെ ഈ എന്താണ് നമ്മുടെ ബോഡി അത് റിജക്റ്റ് ചെയ്യാതിരിക്കുന്നതിനുമുള്ള മെഡിസിൻസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്ത ഒരാളാണ്. സോ ഐ ആം വെരി മച്ച് അവെയർ ഓഫ് ഓൾ ദോസ് തിങ്സ്. എനിക്കിതെല്ലാം അറിയാം. മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ അമേരിക്കയിലൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? അമേരിക്കയിൽ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2.5 വർഷം ഡോക്ടേഴ്സിൻ്റെ കൂടെ നടക്കണമെന്നാണ്. മനസ്സിലായില്ലേ? അതാണ് അവിടെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ്റെ കോഴ്സ് ചെയ്യണമെങ്കിൽ. അപ്പം ഞാൻ 6 months ആയിരുന്നു, പിന്നെ നമ്മൾ തന്നെ ചെയ്ത് പഠിച്ചു. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ഇതാക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. അപ്പം ഞാൻ പ്രത്യേകിച്ച് മിക്ക ടൈപ്പ് ഓഫ് ഫയൽസും ചെയ്തിട്ടുണ്ട്. എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഓർത്തോപീഡിക്സ്, പിന്നെ ക്യാൻസർ ഫയൽസ്, പിന്നെ സൈക്യാട്രി, പിന്നെ എന്താണ് പെയിൻ ക്ലിനിക്ക്, പാലിയേറ്റീവ് കെയർ, പിന്നെ അങ്ങനെ ഹാർട്ട് കാർഡിയാക്ക് ഫയൽസ്, പിന്നെ ജനറൽ മെഡിസിൻ, അങ്ങനെ എല്ലാം. അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാം നമുക്കറിയാം. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഇതെല്ലാം പഠിക്കുന്നുണ്ട്. എല്ലാ ഡോക്ടേഴ്സ് പഠിക്കുന്ന ടേംസ്, ടെർമിനോളജി, മെഡിക്കൽ ടേംസ് ആൻഡ് ടെർമിനോളജീസ്, എവറിത്തിങ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം. പിന്നെ ഞാൻ LLB ഹോൾഡറാണ്, പിന്നെ MBA ഹോൾഡറാണ്. പിന്നെ നിങ്ങൾക്ക് അന്വേഷിക്കാം, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ വർക്ക് ചെയ്തത്, എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. LLB പഠിച്ച് ലോയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അഡ്വക്കേറ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. MBA പഠിച്ച് SBL എന്ന് പറയുന്ന കമ്പനിയിൽ അസിസ്റ്റൻറ്റ്. ഒരാളുടെയും ശുപാർശയില്ലാതെ ഞാൻ മാത്രം എൻ്റെ CV യുമായിട്ട് പോയി ഡയറക്റ്റ് CEO കണ്ടിട്ട് CEO എന്നെ ഡയറക്റ്റായിട്ട് തന്നെ അപ്പോയിൻറ്റ് ചെയ്തതാണ് അസിസ്റ്റൻറ്റ് HR മാനേജറായിട്ട്. എനിക്ക് ട്രെയിനിങ് നന്നായിട്ട് തരുന്നുണ്ടായിരുന്നു, നല്ലതായിരുന്നു, എനിക്ക് ചെയ്യാനും പറ്റുമായിരുന്നു. എന്നിട്ട് ഇവർ വന്ന് കണ്ട് മാനിപ്പുലേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ എന്നെ ആ സാറ് ആദ്യം പറഞ്ഞത് തമിഴ്നാട് നമ്മുടെ മധുരയിൽ വിടാം, 1500 എംപ്ലോയീസിനെ നോക്കുന്ന ആളുടെ HR ആയിട്ട്, അസിസ്റ്റൻറ്റ് HR മാനേജറായിട്ട് വിടാം എന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് കോൺഫ്ലിക്റ്റ് അങ്ങനെയൊക്കെ ഡീൽ ചെയ്യാനും ഒക്കെ നമുക്ക് വളരെ ഇതായിട്ട് അറിയാവുന്ന ആളാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെയാണല്ലോ HR മാനേജർ എന്ന് പറയുമ്പം. എംപ്ലോയീസിൻ്റെ വെൽബീയിങ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, വേറെയൊക്കെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നമ്മൾ MBA പഠിച്ചാണ്, അത് ചെയ്തിട്ടുണ്ട്. മുത്തൂറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാറ്റാടിയിൽ ഇങ്ങനെ വർക്ക് ചെയ്തായിരുന്നു. പിന്നെ അത് MBAയുടെ ഇത് വെച്ചിട്ടാണ്. പിന്നെ എന്താണ് ട്രാൻസ്ക്രിപ്ഷന്, പിന്നെ LLB അഡ്വക്കേറ്റ്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ബാങ്കിങ്, മുത്തൂറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് തിരക്കാൻ വേണമെങ്കിൽ. പിന്നെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ പിന്നെയും ചെയ്തതാണ്. അഡ്വക്കസി ഈ ഇടയ്ക്കും നമ്മൾ പോകുന്നുണ്ടായിരുന്നു കോടതിയിൽ. ഇപ്പോഴും കോടതി പോകുന്നുണ്ട്. നമ്മൾ കോടതി പോകാനാണ്
ഞാൻ പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നമ്മളെ പല രീതിയിൽ ഇവന്മാർ യൂസ് ചെയ്തിട്ട്, പിന്നെ എനിക്ക് കാനഡ വിസ എല്ലാം റെഡിയായതാണ്. SINP പ്രോഗ്രാമിൽ കൂടെ സസ്കെച്ചുവാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കിയതാണ് ഇവന്മാർ. എന്നിട്ട് മനഃപൂർവ്വം നമ്മളെ വിടാതിരിക്കാൻ, ഞാൻ വർക്ക് വിസയ്ക്കാണ് അപ്ലൈ ചെയ്ത്, എൻ്റെ എല്ലാം ഉണ്ട്. വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് വർക്ക് വിസയ്ക്ക് ഇവന്മാർ കൊടുക്കാതെ വിസിറ്റേഴ്സ് വിസയ്ക്ക് കൊടുത്ത് റിജക്റ്റ് ചെയ്യിപ്പിച്ചതും എൻ്റെ ഈ സകല സംഗതികളും ഇരിപ്പുണ്ട്. ഇങ്ങനെ നടക്കുകയാണ് ഇവന്മാർ. ഒരു വേലയും ജോലിയില്ല, നമ്മുടെ പുറകിന് നടന്ന് നമ്മളെ കുറേ ആളുകൾ എന്നിട്ട് ഇങ്ങനെ നടന്ന് നമ്മളെ ശല്യം ചെയ്യുക, നമ്മളെക്കുറിച്ച് അനാവശ്യ കഥകളുണ്ടാക്കുക. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ, കറക്റ്റല്ലേ ഞാൻ പറയുന്നതൊക്കെ? അല്ലാതെ നിങ്ങൾക്ക് വന്ന് അന്വേഷിക്കാം, മനസ്സിലായില്ലേ? ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ചെയ്യും. എന്തെങ്കിലും ഇവന്മാർ അതുപോലെ കള്ളരാണ്. കണ്ടില്ലേ, ഈ രണ്ട് സൈഡും ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം കുറേ ആണുങ്ങളൊക്കെ വരിക, നമ്മളെക്കുറിച്ച് അനാവശ്യ കഥകളുണ്ടാക്കുക. നമ്മളൊന്നും അറിയത്തില്ല, നമ്മളിവിടെ ഇതിനകത്തിരിക്കുകയാണ്. ഇവന്മാർ ഈ സദാനന്ദ മന്ദിരത്തിലെയും ഇതുപോലെ, ഈ സദാനന്ദ മന്ദിരത്തിലാണ് ഈ വീടെന്ന് പറയുന്നത്, മനസ്സിലായല്ലോ? വേണ്ടിയത് ഇപ്പോൾ ഇതിനപ്പുറം ഇത് എൻ്റെ വീടിൻ്റെ കിഴക്കേ സൈഡാണ്. അപ്പോൾ ഈ സദാനന്ദ മന്ദിരത്തിലെ മൂത്ത മോനാണ് ഈ വീട്. അപ്പം അത് വീരേന്ദ്ര സിംഗ്, അവൻ്റെ പേരൊക്കെ മാറ്റി ഇപ്പം മനോജ് എന്നാണ് അവൻ്റെ പേര്. എല്ലാം കള്ളങ്ങളാണ്. ഈ പേര് മാറ്റുക എന്നൊക്കെ പറയുന്നത് എന്തൊക്കെയോ, ഇൻഷുറൻസൊക്കെ മാക്സിമം എടുത്തിട്ട് ഇനിയിപ്പം പുതിയ തരത്തിലുള്ള ഇൻഷുറൻസൊക്കെ തട്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള പേര് മാറ്റുക. അഡ്രസ്സ് ഫുൾ മാറ്റിയിട്ടാണ് ഇപ്പോൾ ഉള്ളത് ആൾ. ഈ സദാനന്ദ മന്ദിരത്തിലെ അഡ്രസ്സും എല്ലാം മാറ്റി ഇപ്പം ഇവൻ്റെ ഭാര്യ വീട്ടിലെ അഡ്രസ്സും പേരും സഹിതം മാറ്റിയിട്ടാണ് ഇവൻ ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ അടുത്ത അഡ്രസ്സിലോട്ട് ഇങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ പല പല രീതിയിലുള്ള കള്ളത്തരങ്ങളാണ് ഇവന്മാരുടെ, കള്ളത്തരത്തിൻ്റെ കൂടാണ്. പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വന്ന് അന്വേഷിക്കാം. ഇതുപോലെ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ എപ്പോഴും നമ്മളെ അസഭ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ പറയാത്ത കാര്യങ്ങളാണ് അവൻ സംസാരിക്കുന്നത്. വെറും തേർഡ് റേറ്റ് എന്തൊക്കെയാ വൃത്തികേട് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ പറയുന്നത്, നാക്കെടുത്താൽ വൃത്തികേടേ പറയത്തുള്ളൂ. തുണി പൊക്കി കാണിക്കുക, ഉള്ള കാര്യം പറയുക. പിന്നെ അങ്ങനെയൊക്കെയുള്ള വെറും തേർഡ് റേറ്റ് ഒരുത്തൻ വന്നിട്ടുണ്ട് ഇവിടെ. ഈ കുടുംബത്ത് വന്ന് കയറി, ആ കുടുംബം കിടക്കുന്നത് കണ്ടാൽ അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട് കയറി കിടക്കുകയാണ് അവൻ്റെ വീടെന്ന് പറയുന്നത്. ഇവന് ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുന്ന ജോലിയേ ഉള്ളൂ. ഇവനിങ്ങനെ രാവിലെ മുതൽ ഫോൺ പിടിച്ചിങ്ങനെ ഇരിക്കുക, പിന്നെ ഒച്ചത്തിൽ സംസാരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ കൂടെയാണ് എന്തൊക്കെയോ അങ്ങ് സംസാരിക്കുക, ഫോണിൽ കൂടെ മണിക്കൂറുകൾ. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ഫോൺ പിടിച്ച് ഇങ്ങനെ മണിക്കൂറുകൾ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങണം, മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള ആൾക്കാരെ ഫോണും പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. എന്നിട്ട് വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ്റെ ഒരു മോനുണ്ടായിരുന്നു. അവൻ ഇതുപോലെ ഗൾഫിൽ പോയി വർക്ക് ചെയ്ത് അവനാണ് ആ വീടൊക്കെ വെച്ചത്. ഇവനൊന്നുമല്ല, അവൻ്റെ കാശ് കൊണ്ടാണ് ഈ വീടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇവന് ഓൺലൈൻ വഴി ഒരുത്തി പരിചയപ്പെട്ടു. അതാണ് മിനി എന്നാണ് അവളുടെ പേര്. പള്ളിപ്പാട്ടുള്ളവളാണ് അവൾ. എന്നിട്ട് ഭയങ്കരമൊക്കെ പ്രശ്നങ്ങൾ, എന്തൊക്കെയോ വലിയ കല്യാണം ഇതൊക്കെ ചുമ്മാതെയാണ്. കല്യാണം കഴിക്കരുത്, കല്യാണം കഴിച്ച കുഴപ്പങ്ങൾ, അപ്പോഴത്തേനും അവരുടെ അമ്മ കല്യാണം കഴിപ്പിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഡ്രാമ. ഉടനെ ഇവിടുന്ന് അവളിങ്ങി പോരുവാണ്, ഇവിടുന്ന് അപ്പം ചെന്ന് വിളിച്ചുകൊണ്ട് വരാൻ, എന്നൊക്കെ പല പല ഡ്രാമകളൊക്കെ കഴിഞ്ഞ് കല്യാണമൊക്കെ നടന്ന് ഒരു മൂത്ത കൊച്ച് ജനിച്ച് ഒരു 2-3 വയസ്സുള്ളപ്പോൾ ഇവൻ ആക്സിഡൻറ്റുമായി. 2015 16 ആയിരിക്കും ഇവൻ്റെ കല്യാണമൊക്കെ നടന്നത്. അതിന് മുന്നേ ഒന്നുമല്ല കേട്ടോ. ഈ കൊച്ചിന് 6-7 വയസ്സൊന്നുമില്ല, 3-4 വയസ്സായപ്പോഴേ ഇവനിങ്ങനെ ആക്സിഡൻ്റൊക്കെ ആയി. എന്നിട്ട് ഇവൻ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സദാനന്ദ മന്ദിരത്തിലെ അവന്മാരെല്ലാം കൂടെ, ഇവിടെ ഭയങ്കര കുടിയും ബഹളമുള്ള വീടാണ് സദാനന്ദ മന്ദിരം. കുറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുമ്പോൾ ഇങ്ങനെ കുടിക്കാരെല്ലാം വരിക, ഇങ്ങനെ കുപ്പി പൊട്ടിക്കുക, ഭയങ്കര അങ്ങനെയൊക്കെയുള്ള വീടാണ് സദാനന്ദ മന്ദിരം. അവിടെ പെണ്ണുങ്ങളും കുടിക്കും. അപ്പം അവന്മാർക്ക് ഇങ്ങനെ കഥകളൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. പെണ്ണുങ്ങളൊക്കെ കുടിക്കും, ബിയറൊക്കെ അടിച്ചിങ്ങനെ നടക്കുകയാണ് പെണ്ണുങ്ങൾ ഇവിടുത്തെ. അപ്പോൾ ഇവളുമാർ നമ്മളെക്കുറിച്ച് കഥയുണ്ടാക്കുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ. എന്നിട്ട് അങ്ങനെ ഇവന്മാരുടെ കൂടെ കൂട്ടിയിരുത്തി കുടിപ്പിച്ചിട്ട് അതിനകത്ത് എന്തൊക്കെയോ മയങ്ങുന്ന സാധനമൊക്കെ കലക്കി കൊടുത്തിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ വീഴാറൊക്കെ ആവുന്ന സമയമായപ്പോൾ ഇവനെ പറഞ്ഞു വിട്ടു. ബൈക്കും കൊടുത്ത് പള്ളിപ്പാട്ടോട്ട് പറഞ്ഞു വിട്ടു. അപ്പം ഇവൻ്റെ പള്ളിപ്പാട്ടുകാർ ഇവിടെ ഇല്ല, പള്ളിപ്പാട്ടുകാർ ഗൾഫിലെങ്ങാണ്ടാണ്. അപ്പം ഇവൻ പള്ളിപ്പാട്ടോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു സ്ഥലമുണ്ട്, പുന്നമൂട്. ഇത് മാവേലിക്കരയാണ്. ഭരണിക്കാവ് വില്ലേജ് മാവേലിക്കരയിലോട്ട് പോകുന്ന വഴിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പം പുന്നമൂട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, ഇത് ആലപ്പുഴ ജില്ലയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും മയങ്ങി വീണ് ഇവനെ എല്ലാം എടുത്തുകൊണ്ട് ലേക്ക് ഷോറിൽ കൊണ്ടിട്ട് ഭയങ്കര പൈസയൊക്കെ സമ്പാദിച്ച്. അപ്പോൾ പൈസ സമ്പാദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഗൾഫിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാം അറിയാം ഗൾഫിൽ ഇൻഷുറൻസ് ഉണ്ടെന്നുള്ളത്. ജോബ് ലോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ തട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ജോബ് ലോസ് തട്ടിയെടുത്തിട്ടുണ്ട്. ബാക്കി എന്താണ്,
ജോബ് ലോസൊക്കെ തട്ടിയെടുത്തു. അത് കഴിഞ്ഞ് ജോബ് ലോസൊക്കെ തട്ടിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ 45 lakhs ഏതാണ്ട് ഇവിടെ നിന്നും കിട്ടി. എന്നിട്ട് 45 lakhs ഇവൻ്റെ കയ്യിലുണ്ട്, ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ്റെ കയ്യിൽ. പിന്നെ ഇവനെ ഇപ്പോൾ എവിടെയോ കൊണ്ട് തട്ടിയിട്ടുണ്ട്. ഇപ്പം സുബ്രഹ്മണ്യൻ്റെ ഈ മകൻ ആക്സിഡൻറ്റിൽ പെട്ടു എന്ന് വരുത്തുന്നവനെ എവിടെയോ കൊണ്ട് തട്ടിക്കളഞ്ഞു. എന്നിട്ട് ഇവളും പോയി. ഇവൾ ഹണി ട്രാപ്പുകാരിയാണ് ഇവള്. അപ്പം ഹണി ട്രാപ്പൊക്കെ കഴിഞ്ഞ് ഇവിടെ വാട്ടിന് പോയി. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, സാധാരണ ഭാര്യയും ഭർത്താവും നല്ല രീതിയിൽ നടക്കുന്നവർ, ഭർത്താവിന് ആക്സിഡൻറ്റ് വന്നാൽ എവിടാ ഭാര്യ അങ്ങ് പോകുന്നത്? എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഒരു കൊച്ചുണ്ടായിരുന്നു, ഒരു പെങ്കൊച്ച് മൂത്തത്. എന്നിട്ട് ഇവൾ രണ്ടാമതും പ്രഗ്നൻ്റായി. ഇവൻ ആശുപത്രിയിൽ നിന്നൊക്കെ വന്നിട്ട് ഉടനെ തന്നെ ഇവൾ രണ്ടാമതും പ്രഗ്നൻ്റായി, ഒരു കൊച്ചുമുണ്ട്. എന്നിട്ട് നാണമില്ലാത്ത വർത്തമാനങ്ങളാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായ കഥകളാണ് ഇതെല്ലാം. അപ്പം നാണമില്ലാത്ത വർത്തമാനം പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവനെ ഞാൻ പോയി കണ്ട ലേക്ക് ഷോറിൽ ഇവനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഞാൻ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ പഠിച്ച ഒരാളാണ്. അപ്പോൾ നമ്മുടെ നെർവ് ഫങ്ഷൻ ടെസ്റ്റ്, നമ്മുടെ ബ്രെയിൻ്റെ ഫങ്ഷൻസ് ഒക്കെ പ്രോപ്പർ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് കുറേ രീതികളുണ്ട്. നമ്മളെ കൊണ്ട് മൂക്കിൽ തൊടിപ്പിക്കും. മൂക്കിൽ നമ്മളിങ്ങനെ ഡയറക്റ്റായിട്ട് നല്ലപോലെ തൊടുവാണെങ്കിൽ, അതുപോലെ നമ്മുടെ നാക്കൊക്കെ നന്നായിട്ടാണ് സംസാരിക്കുക, സംസാരത്തിന് കുഴച്ചിലൊന്നുമില്ല, അങ്ങനെയൊക്കെയാണ് നോക്കുന്നത്. അറിയാമല്ലോ. അപ്പം ഇങ്ങനെ ആ ടെസ്റ്റിൻ്റെ പേരങ്ങ് പറഞ്ഞു. ഇപ്പം ആ ടെസ്റ്റ് നടത്തി. അപ്പോൾ ഇവൻ നല്ലപോലെ മൂക്ക് ചൊറിയുന്നു, കാലും കൈ ഇട്ട് അടിക്കുക. അപ്പം കാലും കൈയൊക്കെ കെട്ടിയിട്ടിരിക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കോമയിൽ പെടുന്ന ഒരാൾ കയ്യും കാലും ഒക്കെ ഇട്ട് ഇതുപോലെ അടിക്കുമെന്നൊക്കെ? ഞാൻ കേട്ടിട്ടില്ല. കോമയാന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രെയിൻ ഡെഡ്. അവർ കൈ അനക്കുവോ, കാലനക്കുവോ? നിങ്ങൾ പറയണം. ഇതൊന്നും ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് ഈ കള്ളർ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, എന്നിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് ഭയങ്കര കരച്ചിലൊക്കെ, ഭയങ്കര കള്ളക്കണ്ണീരൊഴുക്കാൻ എങ്ങനെ പറ്റുന്ന ഭഗവാനെ എന്നാ എനിക്ക്. ഇതെന്താ ഗ്ലിസറിൻ ഉപയോഗിക്കുമോ ഇവരെന്നാ? എനിക്കങ്ങ് അതിശയമാണ്. എന്താ ഒരു അഭിനയം പൊന്നച്ച. ഓസ്കാർ ഇവർക്കൊക്കെ കൊടുക്കണം, ഓസ്കാർ. സത്യത്തിൽ നമുക്ക് പറ്റത്തില്ല കള്ളക്കരച്ചിലൊന്നും. എനിക്കറിയത്തില്ല കേട്ടോ. ഇങ്ങനത്തെ കള്ളക്കരച്ചിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് ദുഃഖമില്ലാതെ ഇവരുടെ കരച്ചിലും വീഴ്ചയിലും ഒക്കെ കാണണം. ഭഗവാനെ കൃഷ്ണ, മറ്റുള്ളവരെ ചതിച്ച് വഞ്ചിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം നാടകങ്ങളായി ഇവന്മാരും കളിക്കുന്നതെന്നറിയാമോ, ഒപ്പിക്കുന്നതും. എന്നിട്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെണ്ണ് ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് അപ്പോൾ കോമയിൽ കുറേ നാൾ കിടന്ന് ഇവൻ 2018 കണ്ട ഈ സംഭവം. കോമയിൽ കിടന്ന് 2019 ആയപ്പോഴത്തേന് ഇവനങ്ങ് സ്റ്റേണായി. ഒരു കൊച്ചും ജനിച്ച് ഇവർക്ക്, കേട്ടല്ലോ. അപ്പോൾ ഇവർക്ക് ആക്സിഡൻറ്റിൽ ഇങ്ങനെ ഭയങ്കര ചാവാൻ കിടന്നവൻ, ചാവുമോ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞു കിടന്നവൻ ഇങ്ങ് വന്നപ്പോഴത്തേനും ഒരു കുഞ്ഞൊക്കെ ജനിച്ചു എന്ന് പറയുമ്പോഴത്തേനും നാട്ടുകാരെന്ത് ചിന്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും മോളും ഇവൻ്റെ എന്തുവാ സിമീന്ന ഇവളുടെ മോടെ പേരൊരുത്തിയുണ്ട്, കാടാമ്പുഴക്കാരി. അവളും എല്ലാം കൂടെ എൻ്റെ അടുക്ക വിളിച്ചു, അവൻ്റെ കൊച്ചൊന്നും അല്ല ഇത്, അവൻ്റെ കൊച്ചല്ലെന്ന്. പിന്നെ വേറെ ആരുടെയാ? രണ്ടും ഒരു മുറിയിലായിരുന്നു. എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അവൻ്റെ കൊച്ചല്ല പോലും. ഇതൊക്കെ വെറും കള്ളമാണെന്നുള്ളതിൻ്റെ തെളിവാണ്, മനസ്സിലായോ? ദൈവമേ, നിങ്ങൾക്ക് എന്നിട്ട് എന്തിനാ ഇവന് അതുപോലെ ഇവരുടെ ഏറ്റവും വലിയ ഇവരുടെ കള്ളത്തരമാണ് നമ്മുടെ ഈ കഴുത്ത് അങ്ങ് കുഴിക്കും. എൻ്റെ പേര് നമ്മുടെ ഇത് നടത്തും. എനിക്കറിയാമായിരുന്നു ആ നെയിം, അതിൻ്റെ ഞാൻ പറയാം ഇനി ഓർക്കുമ്പം. അതൊക്കെ കഴുത്തിലിങ്ങനെ എന്താ വെച്ചാൽ ഫീഡ് ചെയ്യാനായിട്ട് അതുവഴിയാണ് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നുമല്ല, ഈ തുളയെക്കൂടി ഈ നമ്മുടെ കഴുത്തിന് ഇവിടെ ഇങ്ങനെ ഒരു വലിയൊരു എയർ സ്പേസ് വന്നു കഴിഞ്ഞാൽ, ഹോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംസാരിക്കുന്നതൊന്നും സംസാരിക്കുന്നതൊന്നും സൗണ്ടായിട്ട് വരത്തില്ല, മനസ്സിലായില്ലേ? ഇങ്ങനെ നമ്മൾ വർത്താനം അങ്ങനെ പോകും. അപ്പോൾ ആളുകൾക്കൊന്നും മനസ്സിലായിട്ടില്ല ഇവർ. അപ്പോൾ ഇങ്ങനെയൊക്കെയാകുമ്പോൾ ഇവൻ അല്ലെങ്കിൽ നല്ലപോലൊക്കെ സംസാരിക്കുന്നത്, ആക്സിഡൻ്റൊക്കെ കഴിഞ്ഞാൽ വേണ്ടടാ നല്ല സൂപ്പറായിട്ട് സംസാരിക്കുന്ന കോമയിൽ കിടന്നവന് ഒരു കുഴപ്പമില്ലെന്ന് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഇത് കഴുത്തിനൊക്കെ ഇതെല്ലാം ഇട്ട് ഇവനെ കൊണ്ട് സംസാരിപ്പിക്കാതൊക്കെ ഇരുന്നതുമെല്ലാം. അങ്ങനെയൊക്കെ പല പല ഡ്രാമകൾ ഇവർ നടത്തി, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ഇട്ട് ഇവളെ ഇപ്പം കാണാനേ ഇല്ല. 5-6 വർഷം കൊണ്ട് കോടികളും സമ്പാദിച്ച് അവളവിടെ വാട്ടിന് പോയി.
2 മക്കളുമുണ്ട്. ഇവനാണ് നമ്മളെ ഇതാക്കാൻ വരുന്നത്, ഡിവോഴ്സ്. പിന്നെ ഈ മോഹൻ സിംഗ് എന്ന് പറയുന്നവനും ഡിവോഴ്സ്ഡ് ആണ്. ഈ സദാനന്ദ മന്ദിരത്തിൽ സോമരാജൻ്റെ മോനല്ലത്, ശശീന്ദ്രൻ എന്ന് പറയുന്ന, സോമരാജൻ്റെ ഇളയവൻ ശശീന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ ആളുടെയാണ് മോഹൻ മക്കൾ. ഇയാൾ ഇവിടെ ഇങ്ങനെ എന്തുവാണെന്നൊന്നും അറിയത്തില്ല. ചേട്ടനും അനിയനും കൂടെ ഒരു വീട്ടിലാണ്, ശ്രീലത. അപ്പം ഈ ചേട്ടൻ, അപ്പം ഈ മോഹൻ സിംഗ് എന്ന് പറയുന്നവൻ ഡിവോഴ്സ് കഴിഞ്ഞവനാണ്. ഇങ്ങനെ മോൾ ഇവിടെയാണ്. നമ്മൾ ചോദിക്കുന്നില്ല, എന്താടാ നീ നിൻ്റെ മോളെ ഇവിടെ നിർത്തിയേക്കുന്നത്, അവിടെ നീ എന്താടാ അവളെ വിളിച്ചു, ഡിവോഴ്സ് കഴിഞ്ഞവരോട് നമ്മൾ ചോദിക്കേണ്ട കാര്യമുണ്ടോ, നീ എന്താടാ അവളെ വിളിച്ചുകൊണ്ട് വരാത്തതെന്ന്. എന്തൊരു വിവരക്കേടാന്ന് നിങ്ങൾ ആലോചിച്ചോണം. നമ്മളൊരാളിനെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുമോ നീ എന്താ അവരുടെ കൂടെ പോകാത്തത്, നീ അവരുടെ കൂടെ പോടി. അപ്പോൾ എന്തോ ഇതിൻ്റെ ഉദ്ദേശം നിങ്ങൾ പറയുക. ഡിവോഴ്സ് കോടതി വഴി ബന്ധം വേർപ്പെടുത്തിയവരുടെ കൂടെ നമ്മൾ ആരെങ്കിലും പറയുമോ? നമുക്ക് എന്ത് അധികാരമാണുള്ളത് മറ്റുള്ളവരുടെ പ്രൈവറ്റ് ലൈഫിൽ കയറി കളിക്കാൻ? ആർക്കെങ്കിലും ഒരു അധികാരമുണ്ടോ? ഏതെങ്കിലും വ്യക്തിക്ക് അധികാരമുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾ ഡിവോഴ്സ്ഡ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ പോയി നീ പോടാ, നീ അവളെ വിളിച്ചോണ്ട് പാടാ, അങ്ങനെ എനിക്ക് പറയാൻ യാതൊരു റൈറ്റും ഇല്ല. നിങ്ങൾക്കറിയാമല്ലോ ഈ നിയമങ്ങളൊക്കെ. അപ്പോൾ ഇവനൊക്കെ ഇങ്ങനെയാണ്, ഇങ്ങനെ നമ്മളെ അങ്ങ് ഭരിക്കാമെന്നാണ്. ഇവനൊക്കെ ആരാ? എൻ്റെ വീട് സഹദേവ മന്ദിരം, ഞാനും എൻ്റെ അമ്മയാണ്. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവന്മാർ നമ്മുടെ വീട് ഭരിക്കാൻ ഇവന്മാരൊക്കെ ആരാണ്? കണ്ട സോമരാജനും സദാനന്ദ മന്ദിരത്തിലെ അവന്മാരും അവളുമാരും പിന്നെ കണ്ടടമൊക്കെ കിടക്കുന്ന ഇവന്മാരൊക്കെ ആരാണ് നമ്മുടെ വീട് കയറി ഭരിക്കാൻ? അവരുടെ വീട് ഭരിക്കാൻ നമ്മളെ സമ്മതിക്കുമോ? നീ എൻ്റെ വീടങ്ങ് ഭരിച്ചോ, നീ എൻ്റെ സ്വത്തൊക്കെ ആർക്കാന്ന് വെച്ചാൽ കൊടുത്തോ എന്ന് പറയാൻ നീയൊക്കെ എനിക്ക് പറ്റുമോ? മറ്റുള്ളവർ നിങ്ങളുടെ വീട്ടിൽ കയറി നിങ്ങളുടെ വീട് ഭരിക്കാൻ ആരെങ്കിലും നാട്ടുകാർ വന്നാൽ നിങ്ങൾ അതിനി അച്ഛൻ്റെ ചേട്ടനായാലും ശരി, അച്ഛൻ്റെ അനിയനായാലും ശരി, നിങ്ങളുടെ ഭാര്യയും ഭർത്താവും കൂടെ താമസിക്കുന്നിടത്ത് ആരെങ്കിലും നിങ്ങളുടെ അച്ഛനും അമ്മയും ഭരിക്കാൻ വന്നാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇന്നത്തെ കാലത്ത് സമ്മതിക്കുമോ? ഇല്ലല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇതിനൊക്കെ ആരാണ്? പ്രീത എസ് പണിക്കർ ആരാണ്? അവളുടെ കാര്യം നോക്ക്, അവളുടെ കൊച്ചുങ്ങളുടെ കാര്യം നോക്ക്. ഒരു രാജമ്മ ആരാണ്? എൻ്റെ അമ്മയുടെ ഒരു ട്വിൻ സിസ്റ്റർ ഉണ്ട്. അവളുടെ ഭർത്താവിനെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഇന്നലെ എൻ്റെ അമ്മയും കൂടെ പറഞ്ഞു. ഞങ്ങൾക്കറിയാം എന്തൊക്കെ അനാവശ്യമാണ്. രണ്ടാമത്തെ ഭർത്താവ് ഒരു പൊടിയൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, പൊടിയൻ ചിറ്റപ്പൻ. അങ്ങേര് അയാളെക്കുറിച്ച് പറയുന്നത് എന്തൊക്കെയോ 2 പെണ്ണുങ്ങളുടെ കൂടെ ജോലിക്ക് നിൽക്കുന്നവരുടെ കൂടെ ആണെന്നും അതും ഇതും അതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നതാണ്. മനസ്സിലായില്ലേ? ഇവർ ഈ രാജമ്മ. ഈ രാജമ്മ പറയാത്ത കാര്യങ്ങളൊന്നുമില്ല. ഈ രാജമ്മ എന്ന് പറയുന്നവർ അതുപോലെ എന്താണ് ഇവരുടെ പൊടിയൻ ചിറ്റപ്പൻ്റെ അനിയൻ്റെ ഒരു മോനുണ്ടായിരുന്നു ഷിക്കുലാൽ, അവനെക്കുറിച്ച് പറഞ്ഞത് പെത്തഡീൻ അഡിക്റ്റാണ്, മറ്റേതാണ് മറിച്ചതാണ്. അപ്പോൾ ഇവരൊക്കെ എല്ലാവരെക്കുറിച്ചും ഇങ്ങനെ കഥ പറയാൻ നല്ല മിടുക്കിയാണ് ഈ രാജമ്മ എന്ന് പറയുന്ന നമ്പർ 1 ക്രിമിനൽ. അവളെ ഇവിടെ ആയിരുന്നു ഇവിടുന്ന് ഓടിച്ച് നാക്കെടുത്താൽ നുണയെ പറയത്തുള്ളൂ. ഇതുപോലൊരു കള്ളി. അവൾ 250 ചാക്കുകെട്ടും കൊണ്ടാണ് നടക്കുന്നത് ആ നാശം. എൻ്റെ കയ്യിലുണ്ട് ഫോട്ടോസൊക്കെ, എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ കള്ളിയുടെ തനി കൊണങ്ങളും മുതുകള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാക്കുകെട്ടിനകത്തൊക്കെ ഓരോരോ വിഷങ്ങളൊക്കെ താത്തോണ്ട് വരുന്നത്, ഈ സ്ലോ ആക്ടിങ് പോയിസണൊക്കെ. അപ്പം ചാക്കുകെട്ടിനകത്താകുമ്പോൾ നമ്മൾ ഒന്ന് സെർച്ച് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. അപ്പോൾ ഈ എന്തുവാ അതുപോലെ ഒരു ബക്കറ്റ് കൊണ്ടാണ് നടപ്പ്. അങ്ങോട്ട് പോയാലും ശരി ഇങ്ങോട്ട് പോയാലും ഒരു ബക്കറ്റുണ്ട് കയ്യിൽ. അതിനകത്ത് അടിയിൽ കുറേ പേപ്പറൊക്കെയാണ്, മണ്ടയ്ക്ക് പേപ്പറൊക്കെ വെച്ച് മൂടിയേക്കുക. ബക്കറ്റിന് അടിയിൽ ഏതൊക്കെയോ ഇതുപോലുള്ള പൊടിയും വകയൊക്കെ കൊണ്ടായി ഇവിടെ വന്നിരിക്കുമായിരുന്നു. ഈ ബക്കറ്റ് ഇവിടെ കൊണ്ട് താത്തു വയ്ക്കും. എന്നിട്ട് ഈ ബക്കറ്റ് പിന്നെ പോകുന്നിടത്ത് അവിടെ കൊണ്ടുവയ്ക്കും. ആ മുറിയിൽ പോകുമ്പോൾ അവിടെ കൊണ്ടുവയ്ക്കും. അവിടുന്ന് പിന്നെ ബാത്റൂമിൽ പോവുകയാണെങ്കിൽ കുളിക്കാൻ പോയാലും ശരി ഈ ബക്കറ്റും കൊണ്ടാണ് പോകുന്നത്. ഇങ്ങനെ ഈ ബക്കറ്റും കൊണ്ട് നടപ്പായിരുന്നു ഇവരുടെ ജോലി മുഴുവൻ. അപ്പോൾ ഇതെന്താണ്? നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഒരു ബക്കറ്റും പിടിച്ച് ഇങ്ങനെ പോകുന്നിടത്തെല്ലാം കുളിമുറിയിൽ വന്നിരിക്കുന്നിടത്ത് അവിടെ ഇവിടെ ഒരു ബക്കറ്റിനകത്ത് എന്തൊക്കെയോ വെച്ച് മറച്ച് മണ്ടയ്ക്ക് കുറേ പേപ്പറൊക്കെ വെച്ച് മറച്ച് പിടിച്ചിരിക്കുക. ഇത് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? നിങ്ങൾ പറയണം. ഇതുപോലത്തെ ക്രിമിനൽ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. അപ്പോൾ ഇതൊക്കെ സത്യസന്ധമായ കാര്യമാണ്. നമുക്ക് ഇങ്ങനത്തെ കള്ളത്തരങ്ങളൊന്നുമില്ല. ഇങ്ങനെയൊക്കെയാണ് ഇവർ കള്ളത്തരങ്ങൾ. മനസ്സിലായില്ലേ? ഇതൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്യണം. നിങ്ങളുടെ വീട്ടിൽ ഞാൻ പറഞ്ഞുതരാം, അച്ഛന് അമ്മ സിസ്റ്റർ ആങ്ങള വെങ്ങളെന്നൊക്കെ ഭാര്യ മക്കളെന്നൊക്കെ പറയുന്നവർ റെഡിയല്ല. ഫാമിലിയാണ് ഏറ്റവും വലിയ ശത്രു, റിഷ്തേദാർ. മനസ്സിലായല്ലോ? അവർക്കാണ് നമ്മളെ നശിപ്പിക്കാൻ പറ്റുന്നത്. അവർ നമുക്കെതിരായതുകൊണ്ടാണ് നമ്മളോട് പുറത്തുള്ള ഒരാൾ നമ്മളോട് ഇത്രമേൽ എന്താ പറയുന്നത്, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി വരുന്നത്. അതേസമയം നമ്മുടെ ബന്ധു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭർത്താവുണ്ടെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ തൊടാൻ ഒരാളും ശ്രമിക്കത്തില്ല. ഒരാൾക്കും ശക്തി വരത്തില്ല, ഒരാൾക്കും ധൈര്യം വരത്തില്ല. നിങ്ങളുടെ പുറകിൽ ഒരാൾ കറക്റ്റായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരാളും തൊടത്തില്ല നിങ്ങളെ. ഞാൻ പറയുകയാണ്, നിങ്ങളുടെ വീട്ടുകാരാണ്. നിങ്ങൾ എന്തെങ്കിലും സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അന്യരല്ല, നിങ്ങളുടെ വീട്ടുകാരാണ് അതിൻ്റെ പിന്നിൽ. പുറമേ നിങ്ങളോട് ഭയങ്കരമായിട്ട് അഭിനയിച്ചാണെങ്കിൽ വളരെ നല്ലതാണെന്ന്, അത് പക്ഷേ അങ്ങനെയല്ല.
എൻ്റെ അനുഭവത്തിൽ കൂടെ നമുക്കിപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അറിയാമല്ലോ. ആങ്ങളെയും പെങ്ങളുടെയും അടി സ്വത്ത് പ്രശ്നങ്ങളൊക്കെ കുടുംബത്താണ് ഉണ്ടാകുന്നത് കൂടുതലും, അല്ലാതെ അന്യരുമായിട്ടൊന്നുമല്ല. എല്ലാം എൻ്റെ അച്ഛൻ്റെയും സ്ഥിതി അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ അച്ഛനെ മുള്ളുവേലിക്കകത്താക്കിയതാണ്. ഈ കാണുന്ന ഇവിടെ മുള്ളുവേലിയായിരുന്നു, ഈ കാണുന്ന ഇവിടെ മുള്ളുവേലിയായിരുന്നു. അന്ന് ഫ്രണ്ട് ഇവിടെയായിരുന്നു, ഈ ഫ്രണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു വരാണ്ട്, വേറെ റൗണ്ട്, ഈ റൗണ്ടൊക്കെ പോലെയായിരുന്നു. ഇത് 60s ഉണ്ടാക്കിയ വീടാണ്. അന്ന് 60s ഇത്രയും നന്നായിട്ടുണ്ടാക്കിയ വീടാണ് എൻ്റെ അച്ഛൻ. ഇങ്ങനെ റൗണ്ടായിരുന്നു ഇവിടെയെല്ലാം. ഇതിപ്പം ഒന്നിച്ചാക്കിയതാണ്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ അടച്ചു. ഇപ്പോൾ ഇതുവഴിയായിരുന്നു ഞങ്ങൾ പോകുന്നത്. അന്നേരം ഇങ്ങനെ ഇതുവഴി ഇറങ്ങി ഇങ്ങനെ പോകണം, നമുക്ക് മുറ്റത്തോട്ട് ചവിട്ടാനില്ലായിരുന്നു. അങ്ങനെയാണ് പിന്നെ 17 സെൻറ്റ്, എൻ്റെ അച്ഛനൊക്കെ മരിച്ചു കഴിഞ്ഞാണ് 17 സെൻറ്റ് വാങ്ങിച്ചത്. 10 സെൻറ്റ് എൻ്റെ അമ്മ വാങ്ങിച്ച്, 7 സെൻറ്റ് ഞാൻ വാങ്ങിച്ചു. ഈശ്വരൻ്റെ കരുണ, ഈശ്വരൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിത്രയും 9 സെൻറ്റിൽ നമുക്ക് പലതും, ടൗൺ പോലെ അല്ലല്ലോ ഇവിടം, നമുക്ക് പലതിനും നമുക്ക് പുറകോട്ടൊക്കെ വസ്തു ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മളത് 10 സെൻറ്റിന് വേണ്ടി 100 പവൻ്റെ കാശ് എൻ്റെ അമ്മയെ കൊണ്ട് കളയിപ്പിച്ചതാണ്. കണ്ണുപോയി 85 കല്ലിവന്മാർ തല്ലിപ്പൊട്ടിച്ച്. നിങ്ങൾ ചെന്ന് കായംകുളം കോടതിയിലും സിവിൽ കോടതി, മജിസ്ട്രേറ്റ് കോടതി, മാവേലിക്കര, ഹൈക്കോടതി വരെ എത്ര കേസ് ഉണ്ടായിരുന്നു നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഇവന്മാർ നമ്മുടെ ആരാവാനാ? ഇവന്മാരുമായിട്ട് എത്ര കേസുകളുണ്ടായിരുന്നെന്ന് നിങ്ങൾ ചെന്ന് കറക്റ്റായിട്ട് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. രത്നമ്മ VK, പിന്നെ സുബ്രഹ്മണ്യൻ, ശശീന്ദ്രൻ, ഇവന്മാരുമൊക്കെ ആയിട്ട് എതിരായിട്ട് എത്ര കേസസ് ഉണ്ടെന്ന് നിങ്ങൾ പോയി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നത് 100% കറക്റ്റാണെന്ന്. ഇപ്പം എൻ്റെ അമ്മയുടെ എല്ലാം നേരെയുള്ള ഗുസ്തി കഴിഞ്ഞിപ്പോൾ എൻ്റെ നേരെയായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വക്കീലെന്ന് പറഞ്ഞാൽ നമ്മൾ ബന്ധം ഒഴിഞ്ഞ് അവനും കൂടെ ഉണ്ട് സപ്പോർട്ടിന്. ഒരു ബിജു പി എന്ന് പറയുന്ന ഒരു കണ്ടല്ലൂർക്കാരൻ, ഒരു 3rd റേറ്റ്. ഇവനെ ഇവിടെ ഒന്നും കയറ്റത്തില്ല, മനസ്സിലായില്ലേ? ഇവനെ ഇവിടെ എൻ്റെ സ്വത്ത് പിടിച്ച് പറിക്കുക, ഇതൊക്കെയാണ്. പ്രീത എസ് പണിക്കർ എന്ന് പറയുന്ന മഹാകള്ളിയാണ്. അവളുടെ ഭർത്താവ്, എൻ്റെ സിസ്റ്റർ എന്ന് പറയുന്നത്, അപ്പം വകവരുത്തിയേച്ച് നടക്കുക ഇങ്ങനെ ഇതുപോലെ തന്നെ സ്ട്രാക്റ്റിംഗ് പോയിസണും എല്ലാം കൊടുത്ത്. ഈ നാട്ടുകാർക്കെല്ലാം അറിയാം. ഞാൻ 2 പേര് പറയുന്നത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. ആത്മഹത്യയൊന്നും അവൻ ചെയ്യേണ്ട കാര്യമില്ല. അവൻ നല്ലൊന്നാന്തരമായിട്ട് പഠിച്ചതാണ്, ജോലി ഇതുപോലെ ചെയ്തതാണ് പല കമ്പനിയിൽ. മാക്ലിയോട്സ്, വാൻബെറി, സിപ്ല എന്ന് പറയുന്ന നല്ല പിന്നെ അവന് തന്നെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, മിനർവ. ഇതെല്ലാം പൂട്ടിച്ച് കെട്ടിച്ച് അവനെ കൊണ്ട്, പിന്നെ ലാസ്റ്റ് ഏതാണ്ടൊരു കമ്പനി വർക്ക് ചെയ്യുന്നു. ഇത്രയൊക്കെ കമ്പനിയുടെ പേരെ ഞാൻ ഓർക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ ഓർമ്മയില്ല. ഇതെല്ലാം നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ചെല്ലമുരളി എത്ര കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ചെല്ലമുരളി ബ്രാഹ്മണാണ്, രാമനാഥപുരംകാരനാണ്. നിങ്ങൾ അന്വേഷിക്കുക. ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ട്. ഇവൻ മരണപ്പെടുമ്പോൾ ഇവൻ തന്നെയാണ് താമസിക്കുന്നത് മധുരയിൽ. ഇവള് ഇങ്ങനെയാണ് ഇവരുടെ മോഡസ് ഓപ്പറാൻഡിയാണ്, നമ്മളെ തന്നെയാക്കുക എന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്യാൻ, നമ്മുടെ വെള്ളത്തിൽ കലക്കാനും പിന്നെ എല്ലാ സൗകര്യം ഇങ്ങനെ നമ്മൾ തന്നെ ആയാലും നമ്മുടെ വെള്ളത്തിൽ കലക്കാനും കൂടുതൽ സൗകര്യങ്ങൾ, വെള്ളത്തിൽ കലക്കാനും ഒക്കെ സൗകര്യങ്ങൾ കൂടുതൽ വരണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കണം, മനസ്സിലായില്ലേ? അതിനാണ് ഇവന്മാരോട്ട്. നിങ്ങളെ അങ്ങനെ ആരെങ്കിലും ഒറ്റയ്ക്കാക്കിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ദീപ എസ് പണിക്കർ ഹിയർ. ഓക്കെ.